CBSE തായ്ക്കൊണ്ടോ സൗത്ത് സോൺ മത്സരത്തിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പെരുമ്പിലവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഹാരാഷ്ട്രയിൽ നടന്ന മത്സരത്തിൽ എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. റഫറി ഇടപെട്ടില്ലെന്നും ആരോപണം. CBSE ചെയർമാന് പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ ആ ഫോർത്ത് കിക്ക് ഗ്രോയിൻ കിക്കാണ്. ഗ്രോയിൻ കിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തേക്ക് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കിക്കാണ്. അത് ഏറ്റവും വലിയൊരു ഫൗളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ റഫറി ഉടനെ അത് ഫൗള് വിളിക്കുകയും അത് ചെയ്ത ആളെ ഡിബാർ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ റൂള്. അതുണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ പ്രയാസം കുട്ടിക്ക് ഉണ്ടായത് കൊണ്ടാണ് കുട്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ കോർട്ടിന്റെ സൈഡിലോട്ട് മാറി കോർട്ടിന്റെ പുറത്തേക്ക് നിൽക്കുകയും മത്സരത്തിൽ നിന്ന് സ്റ്റോപ്പ് ആകുന്ന ഒരു സിഗ്നല്, അത് തല കുനിച്ചുകൊണ്ട് സ്റ്റോപ്പ് ആകുന്ന സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടി കോർട്ടിന് പുറത്ത് വന്നതിന് ശേഷം കോർട്ടിന്റെ പുറത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ക്രൂരമായ ഫൗളാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ടവരോ നടത്തിപ്പുകാരോ അതല്ലെങ്കിൽ ഈ ചെയ്ത കുട്ടിയുടെ കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ആ സ്കൂളുകാരോ ഒന്നും തന്നെ ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല. ഒരു ആശ്വാസവാക്ക് പോലും, ഒരു വിവരങ്ങൾ അന്വേഷിച്ച് നമ്മളൊന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. റഫറി പോലും ഇടപെട്ടില്ല എന്നാണ് പറയുന്നത്. CBSE ഇതിന് എന്താകും ഒരു മറുപടി നൽകുക? CBSE ചെയർമാൻ അടക്കം പരാതി നൽകിയിട്ടുണ്ടോ? ഇടപെടൽ ഉണ്ടാകുമോ? സ്വാതി, CBSE ചെയർമാൻ അടക്കം കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതിക്ക് അപ്പുറത്ത് നിന്ന് CBSEക്ക് നിയമപരമായിട്ടുള്ള പരാതി നൽകുന്നതിനപ്പുറത്ത് നിന്ന് ഇതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ് എന്നുള്ളതാണ് കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള അധ്യാപകൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. റിങ്ങിന് പുറത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരാളെ ഗുരുതരമായ മർദ്ദനം നടത്തുന്നത് അത് ക്രിമിനൽ കേസ് കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആശുപത്രിയിലെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പോലീസിനെ പരാതിയുമായി സമീപിക്കുമെന്നും കുട്ടിയുടെ ബന്ധുക്കളും മറ്റും അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ പെരുമ്പിലാവിലെ അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഫൈസ് അബ്ദുൾ ജലാൽ. പരിക്കേറ്റ 17 വയസ്സുകാരൻ. എറണാകുളത്തെ സ്വകാര്യ സ്കൂളിലെ CBSE സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള എതിരാളിയായിട്ടുള്ള മത്സരാർത്ഥിയുമായിട്ടാണ് മഹാരാഷ്ട്ര ചന്ദ്രപൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടാളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിൽ പുരോഗമിക്കുന്നതിനിടയിൽ എതിരാളിയായിട്ടുള്ള ആൾ ഫൈസിന് നേരെ ഫൗള് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ആ ഫൗള് ചെയ്തതിന് പിന്നാലെ ഫൗളാണെന്ന് ചൂണ്ടിക്കാട്ടി പരിക്ക് പറ്റി റിങ്ങിന് പുറത്തേക്ക് ഫൈസ് മാറുന്നു. പക്ഷെ ആ റിങ്ങിന് പുറത്തേക്ക് ഫൈസ് മാറി മത്സരം അവസാനിപ്പിക്കുന്നതിനായി റഫറിയെ ആംഗ്യം കാണിക്കുന്നതിനിടയിൽ വീണ്ടും കിക്ക് ചെയ്യുന്നു മുഖത്തേക്ക്. ഇത്തരത്തിൽ എതിരാളിയായിട്ടുള്ള വിദ്യാർത്ഥി കിക്ക് ചെയ്യുന്നതോടുകൂടി നിയന്ത്രണം നഷ്ടമായി പുറകോട്ട് മലർന്നടിച്ച് വീഴുകയാണ് വിദ്യാർത്ഥി. സിമന്റ് തറയിൽ തലയടിച്ചാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിനുശേഷം ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് തലയ്ക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്തുകയും തലച്ചോറിനടക്കം രക്തം കട്ട പിടിച്ചുകൊണ്ടുള്ള തകരാർ പ്രാഥമികമായി സർജറി നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന. അതീവമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയുള്ളത്. 18 ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സാ ആവശ്യങ്ങൾക്കും മറ്റുമായി ചിലവായിട്ടുണ്ട്. മാത്രമല്ല ഈ സംഭവം നടന്നതിന് പിന്നാലെ CBSEയോ ഈ മത്സരാർത്ഥിയായി ഈ ഫൈസിന്റെ എതിരാളിയായി മത്സരിച്ച വിദ്യാർത്ഥിയുടെ സ്കൂളോ, അത് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്കൂളാണ്, ആ സ്കൂൾ അധികൃതരോ തായ്ക്കൊണ്ടോ അസോസിയേഷന്റെ ഭാരവാഹികളോ അധികൃതരോ ആരും തങ്ങളെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ഈ സംഭവത്തിന് പിന്നാലെ ഒരു സഹായവും ഒരു സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബന്ധുവായിട്ടുള്ള ആൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടി പഠിക്കുന്ന അൻസാർ സ്കൂളിലെ മാത്രം ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റ് നടപടികളൊന്നും യാതൊരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CBSE ചെയർമാന് പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്ക് പിന്നാലെ തന്നെ പോലീസിനെയും ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിയുമായി സമീപിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഈ 17 വയസ്സുകാരനായ ഫൈസ്.
സ്വാതി. ഓക്കെ ലെവിൻ.